Hello friends, welcome again to the English class. Dears, today we are discussing the 42nd class, that is the scholarship jacket part 1. ഇന്ന് നമ്മൾ 4ാമത്തെ യൂണിറ്റിലേക്ക് മെല്ലെ കയറുകയാണ്. 42ാമത്തെ യൂണിറ്റിൻ്റെ 42ാമത്തെ ക്ലാസ്സിൻ്റെ അവലോകനമാണ് നമ്മൾ നടത്തുന്നത്. ഈ ഇത് തുടക്കത്തിലുള്ള യൂണിറ്റ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതിൽ യൂണിറ്റിനുള്ളൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ബാക്കി ഒരുപാട് മറ്റു കാര്യങ്ങളൊക്കെ അതേപോലെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയുന്നതാണ്. പല കാര്യങ്ങളും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് നോക്കാം. എന്നാൽ ഓക്കെ, വി ഹാവ് ഓൾറെഡി ഡിസ്കസ് 3 യൂണിറ്റ്സ്, ഹാവിൻറ്റ് വി? സെർട്ടൺലി, ഐ തിങ്ക് യു റിമെമ്പർ ദാറ്റ്. 3 യൂണിറ്റുകൾ ഓൾറെഡി കഴിഞ്ഞു. വാട്ട് ആർ ദേ അബൌട്ട്? എന്തിനെ കുറിച്ചായിരുന്നു ആ യൂണിറ്റുകളൊക്കെ? ഫസ്റ്റ് വൺ വാസ് അബൌട്ട് നേച്ചർ, the second one was about films, and third one was about values. നേച്ചറിനെ കുറിച്ച്, ഫിലിമിനെ കുറിച്ച്, അതുപോലെ വാല്യൂസിനെ കുറിച്ച്, ഇത്രയും കാര്യങ്ങളായിരുന്നു പ്രധാന തീമുകൾ. നമുക്കത് ഓർമ്മയുണ്ട്. Now we can move on to the next unit. Dears, do you have any goal in your life? Have you already achieved any of them? How can we achieve them? നിങ്ങളെ മനസ്സിലൊക്കെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഉണ്ടാവണം കേട്ടോ. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്തെങ്കിലേ നമുക്കതിലോട്ട് നീങ്ങാനുള്ളൊരു പ്രേരണ ഉണ്ടാവുള്ളൂ. പല കുട്ടികളും പറയുന്നത് എനിക്ക് വായിക്കാനുള്ള മൂടില്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള മൂടില്ല. അതൊക്കെ കൃത്യമായൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. ഒരു ഗോൾ ബുക്കിൽ നമ്മൾ എഴുതി വെക്കുക, ഞാൻ ഇന്നതാകുന്നു എന്നാണ്ട് എഴുതി വെച്ചാൽ പിന്നെ നിങ്ങളെ പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് വരും. അങ്ങനെ മനസ്സ് വരുമ്പോൾ പഠിച്ചോ നമ്മളെ സഹായിക്കും. റെഡിയല്ലേ? ഹാവ് യു ഓൾറെഡി അച്ചീവ്ഡ് എനി ഓഫ് ദം? നിങ്ങൾ ഏതെങ്കിലും ഗോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നേടിയിട്ടുണ്ടോ? നിങ്ങൾ ചെറിയ ചെറിയ ഗോളുകൾ. ഹൗ ക്യാൻ വി അച്ചീവ് ദ? എങ്ങനെയാണ് നമുക്കൊരു ഗോൾ നേടാൻ കഴിയുക? ഈസ് ഇറ്റ് ഈസി ടു ഡു ഇറ്റ്? ഒരു ഗോള് നേടുക എന്നുള്ളത്, ഡ്രീം ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണോ? നൗ ലുക്ക് അറ്റ് ദ പിക്ചർ. യു ക്യാൻ സീ ദിസ് പിക്ചർ. വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? എന്താ അതിൽ കാണണം? നിങ്ങൾക്ക് എന്ത് വേണം ഗസ് ചെയ്യാം. വാട്ട് ഐഡിയ ഡസ് ഇറ്റ് കൺവേ? എന്തൊക്കെ ആശയങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്? ക്യാൻ യു ഗസ് ദ തീം ഓഫ് ദ യൂണിറ്റ് ഫ്രം ദ പിക്ചർ? ഈ പിക്ചർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും ഇതിൻ്റെ തീം എന്ന് പറയാൻ കഴിയുമോ? യു ക്യാൻ സീ മെനി ഫിഗേഴ്സ് ഹിയർ ആൻഡ് ദിസ് വൺ. യു ക്യാൻ സീ മെനി ഇമേജസ്, റൈറ്റ്? വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദിസ്, റൈറ്റ്? പ്ലീസ് റീഡ് ദ എക്സെപ്റ്റ് ഗിവൻ ബിലോ. പ്ലീസ് നോട്ട് ദ സ്പീക്കർ ആൻഡ് ദ കോണ്ടെക്സ്റ്റ്. നമുക്ക് ഏതാണ്ട് ആശയമുണ്ട്. ഇതേ ആശയം തന്നെയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളും വരുന്നത്. നമ്മൾ ടെക്സ്റ്റിലുള്ളതാണ്. ചെറിയ ഏതുണ്ട് കോട്ടുകളുണ്ട്, എക്സെപ്റ്റ് ഉണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. I do not come out of a literary tradition. I come from a tiny mining town in the rainforest in an island at the end of the world. My grandparents were illiterate, and I never expected to stand here before you in this grand hall in London as a writer, being so honored. ഇത് ആര് പറഞ്ഞതാണെന്നറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരാതാള്? ദാറ്റ് ഈസ് റിച്ചാർഡ് ഫ്ലാനഗൻ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായ പിന്നെ ഫിക്ഷനിൽ ബുക്കർ പ്രൈസ് കിട്ടിയ ഒരു വലിയൊരു മഹത്പ്രതിഭയാണ് ഈ കാര്യം പറയുന്നത്. റെഡി അല്ലേ? എന്താ പറയുന്നതിൻ്റെ അർത്ഥം? ഐ ഡു നോട്ട് കം ഔട്ട് ഓഫ് എ ലിറ്റററി ട്രഡീഷൻ. ഞാനൊരു സാഹിത്യ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ആളല്ല. ദാറ്റ് മീൻസ് മൈ പാരൻസ് വെർ നോട്ട് ഇൻ ദാറ്റ് ഫീൽഡ്. അവരൊന്നും ആ ഒരു മേഖലയിലുള്ള ആളുകളായിരുന്നില്ല. ദേ വെർ നോട്ട് പിന്നെ ദേ വെർ നോട്ട് how can we say writer or the writers or authors or something like that. അങ്ങനത്തെ ആളുകളായിരുന്നില്ല. എന്നാലോ ഐ കം ഫ്രം എ ടൈനി മൈനിങ് ടൗൺ. ഞാൻ വളരെ ചെറിയൊരു ഖനികൾ നിറഞ്ഞൊരു ചെറിയ പട്ടണത്തിൽ നിന്നാണ് വരുന്നത്. എവിടെയത്? ദ റെയിൻ ഫോറസ്റ്റ് ഇൻ ആൻ ഐലൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ അങ്ങേ തലക്കലുള്ള ഒരു അറ്റത്തുള്ള ഒരു ദ്വീപിലെ മഴക്കാടുകളിൽ നിന്നാണ് ഞാൻ വരുന്നത്. മൈ ഗ്രാൻഡ് പാരൻസ് വർ ഇലിറ്ററേറ്റ്. എൻ്റെ അച്ചച്ചന്മാർ അല്ലെങ്കിൽ അമ്മച്ചന്മാർ, ആ പൂർവ്വപിതാക്കൾ ആരായിരുന്നു? ആ എഴുത്തും വായന അറിയാത്ത ആളുകളായിരുന്നു. ആൻഡ് ഐ നെവർ എക്സ്പെക്റ്റഡ് ടു സ്റ്റാൻഡ് ഹിയർ ബിഫോർ യു ഇൻ ദിസ് ഗ്രാൻഡ് ഹാൾ ഇൻ ലണ്ടൻ. ലണ്ടനിലെ ഈ വലിയ ഹാളിൽ, ഈ ഗ്രാൻഡ് ഹാളിൽ ഞാൻ നിൽക്കും എന്നതിന് മുമ്പ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്? ആസ് എ റൈറ്റർ ബീങ് സോ ഓണേഡ്. ആദരിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ട്. എന്താ അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? സാഹിത്യം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും പരമ്പരാഗതമായിട്ട് കിട്ടുന്നതല്ല. അത് എവിടെയാണ് ജനിച്ചതെന്നോ അതൊന്നുമല്ല അതിൻ്റെ മാനദണ്ഡ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റെഡിയല്ലേ? ഇനി കുറച്ചുകൂടി പിന്നെ കണ്ണും കേട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊരു ഇൻഫറൻസിലേക്ക് പോവാം. സി ദിസ് വൺ ഈസ് ദ സെക്കൻഡ് കോട്ട്.
this moment is so much bigger than me. This is for every nameless, faceless woman of color that now has a chance because this door has opened. ആരാ അത് പറഞ്ഞത്? ഇവരെ എനിക്കറിയാം, ഹാൽബെറിയാണ്. വിന്നർ ഓഫ് ഓസ്കാർ അവാർഡ് ഫോർ ദ ബെസ്റ്റ് ആക്ട്രസ്. ബെസ്റ്റ് ആക്ട്രസിന് ഏറ്റവും നല്ല നടിക്ക് ആദ്യമായി ഓസ്കാർ അവാർഡ് കിട്ടിയ, ആദ്യമായി കിട്ടിയതാണ്. അതാർക്കത് ഞാൻ പറയാം. പിന്നെ അവാർഡ് കിട്ടിയ ആളാണ് ഹാൽബെറി, അവരാ പറയുന്നത്. ഓസ്കാർ അവാർഡ് കിട്ടിയ ഇത് നമ്മൾ കണ്ടല്ലോ അവിടെ, നെയിംലെസ് ഫേസ്ലെസ്, ദാറ്റ് മീൻസ് കളേർഡ് ആയ ഏതാണ് ഒരു പിന്നെ നടിയാണ്. ആര്? കറുത്ത, അതായത് വെളുത്ത ആളുകൾക്കായിരുന്നു അതുവരെ കിട്ടിയിരുന്നത്. അതേ സമയത്ത് ആദ്യമായിട്ട് ഓസ്കാർ അവാർഡ് കിട്ടിയ വെളുത്തതല്ലാത്ത, വൈറ്റ് അല്ലാത്ത ആക്ട്രസ്സാണ് ആര്യ? നമ്മുടെ ഹാൽബെറി. അതുകൊണ്ട് അവരെങ്ങനെ പറയുന്നത്, ദിസ് മൊമെന്റ് ഈസ് സോ മച്ച് ബിഗർ ദാൻ മീ, എന്നേക്കാളും വലുതാണ് ഈ മൊമെന്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? I am smaller than this moment. That means I don't deserve to stand here in this moment എന്നൊക്കെ സെൻസ് ആവരും. അതായത് ഇവിടെ ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കാനും മാത്രം വലിയ ആളല്ല ഞാൻ എന്നൊക്കെ വരും. അതൊക്കെ ഹ്യൂമിലിറ്റി ഒക്കെയാണ് കാണിക്കുന്നത്. റെഡി അല്ലേ? ദിസ് ഈസ് ഫോർ എവറി നെയിംലെസ് ഫേസ്ലെസ് വുമൻ, അറിയപ്പെടാത്ത, കൃത്യമായ ഐഡന്റിറ്റി ഇല്ലാത്ത ഓരോ സ്ത്രീക്കുള്ളതാണിത്. എങ്ങനെയുള്ള വുമൺ ഓഫ് കളർ? ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളക്കാരല്ലാത്ത ആളുകളെയാണ് മെൻ ഓഫ് കളർ എന്ന് പറയാം. കറുത്ത എന്ന സെൻസാണ്, തനി കറുപ്പ് എന്നുള്ള സെൻസല്ല, വെള്ളക്കാരല്ലാത്ത ആളുകൾ. റെഡി അല്ലേ? അങ്ങനെയുള്ള അറിയപ്പെടാത്ത, കൃത്യം ഐഡന്റിറ്റി ഇല്ലാത്ത പിന്നെ ഓരോ സ്ത്രീക്കുള്ളതാണിത്. കാരണം എന്താ? നൗ ഹാസ് എ ചാൻസ്, എല്ലാ അത്തരം സ്ത്രീകൾക്കും എന്തുണ്ട്? ഒരു അവസരമുണ്ട്. കാരണം ബിക്കോസ് ദിസ് ഡോർ ഹാസ് ഓപ്പൺഡ്, ഈ വാതിൽ തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏത് പെട്ടതാണ്? ഒരു നെയിംലെസ് ഫേസ്ലെസ് വുമൺ ആണ്. പിന്നെ അവർക്കൊക്കെ സാധ്യത ഉണ്ട് എന്നാ പറയുന്നത്. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത്, സാഹിത്യത്തിനോ കലക്കോ ഒന്നും ഏതില്ല, റേസ് ഒരു പ്രശ്നമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നേരത്തെ നമ്മൾ കണ്ടു, അവരെ ഹെറിഡിറ്റി, അവരെ പാരമ്പര്യം പ്രശ്നമല്ല. അതുപോലെ തന്നെ അവരെ പ്രദേശം നമ്മൾ കണ്ടു, ആ ജിയോഗ്രഫി അല്ലെങ്കിൽ അവരെ ലൊക്കേഷൻ, അവിടെ എടുത്തുകാരെ അതൊന്നും പ്രശ്നമല്ല. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കണ്ടു, റേസും പ്രശ്നമല്ല. റൈറ്റ്? To be trusted is an ennobling experience, and poetry is a peerless proficiency of the imagination. I prize it, but I am myself an observer. ഇതൊക്കെ കോട്ടുകളാട്ടോ. അതാരാ പറയുന്ന നോക്ക്, നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് മറിയാൻ മൂറാണ്. പോയട്രി അവാർഡ് കിട്ടിയ ആൾ പറയും, എന്താ പറഞ്ഞത്? ടു ബി ട്രസ്റ്റഡ്, ടു ബി ഓണേഡ്, ടു ബി ട്രസ്റ്റഡ് ഈസ് ആൻ ഇനോബ്ലിംഗ് എക്സ്പീരിയൻസ്. നമ്മളെ മറ്റുള്ളവർ വിശ്വസിക്കുക എന്നുള്ളത് ഒരു നമുക്ക് വല്ലാത്തൊരു മഹത്വം നൽകുന്ന ഒരു അനുഭവമാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലേ? നിങ്ങളാരെയും നല്ല ആളാന്നൊക്കെ നിങ്ങൾ മുഖത്ത് നോക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എല്ലാവർക്കും സന്തോഷമാണ് അങ്ങനെ നമ്മൾ പറയിപ്പിക്കുമ്പോഴാണ്. റെഡി അല്ലേ? ആൻഡ് പോയട്രി ഈസ് പിയർലെസ് പ്രൊഫിഷ്യൻസി ഓഫ് ദ ഇമാജിനേഷൻ. എന്താ പോയട്രി എന്ന് പറഞ്ഞാൽ? പിയർലെസ് എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്ത ആളൊക്കെ സെൻസാണ്. പ്രൊഫിഷ്യൻസി കഴിവാണ്, അതായത് ഭാവനയുടെ എന്താണ് തുല്യതയില്ലാത്ത, അൺപാരലൽഡായ ഏതാണ് ഒരു പ്രത്യേക കഴിവാണ്. ഐ പ്രൈസ് ഇറ്റ്, ഞാൻ അതിനെ പിന്നെ പുകഴ്ത്തുന്നു, പ്രശംസിക്കുന്നു. ബട്ട് ഐ ആം മൈസെൽഫ് ആൻ ഒബ്സർവർ, ഞാൻ ഇപ്പോഴും അതിൻ്റെ ആര് മാത്രമാണ്? നിരീക്ഷകൻ മാത്രമാണ്. ആരാത് പറയണത്? പോയട്രി അവാർഡ് കിട്ടിയ മറിയാൻ മൂർ പറയാണ്. ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതിൽ അടുത്തത് നമ്മൾ വളരെ അറിയുന്ന, നമുക്ക് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹം 9ാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ആരാത്? നമ്മൾ അങ്ങനെ ഓതായിട്ട് വന്നിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്, പല സ്ഥലം കേട്ട്. അത്രയും വളരെ പ്രസിദ്ധനാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. വിന്നർ ഓഫ് നൊബൽ പ്രൈസ് ലിറ്ററേച്ചറാണ്. കേട്ടിട്ടുണ്ടാവും. വളരെ പിന്നെ പ്രസിദ്ധനായ ഒരാളാണ്. നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഫോർ എ ട്രൂ റൈറ്റർ ഈച്ച് ബുക്ക് ഷുഡ് ബി എ ന്യൂ ബിഗിനിങ്. ഓരോ പുസ്തകം, നല്ലൊരു യഥാർത്ഥ എഴുത്തുകാരന് ഓരോ പുസ്തകവും ഓരോ തുടക്കമാണ്, പുതിയ തുടക്കമാണ്. ഒരു ട്രൈസ് അഗെയിൻ ഫോർ സംതിങ് ദാറ്റ് ഇസ് ബിയോണ്ട് അറ്റൈൻമെൻറ്റ്. നേടിയെടുക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറമുള്ള എന്തോ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് അതിൽ ചെയ്യുന്നത് അവർ. ഹി ഷുഡ് ഓൾവേസ് ട്രൈ ഫോർ സംതിങ് ദാറ്റ് ഹാസ് നെവർ ബീൻ ഡൺ. ഒരിക്കലും ചെയ്യപ്പെടാത്തൊരു കാര്യത്തിന് വേണ്ടി ശ്രമമായിരിക്കും ചിലപ്പോൾ അവിടെ. അല്ലെങ്കിലോ ദാറ്റ് അതേഴ്സ് ആർ ട്രൈഡ് ആൻഡ് ഫെയിൽഡ്. മറ്റുള്ളവർ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതായിരിക്കും. അപ്പോൾ കുറച്ച് റിസ്ക്കാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. റെഡി അല്ലേ? ദെൻ സംടൈംസ് വിത്ത് ഗ്രേറ്റ് ലക്ക് ഹി വിൽ സക്സീഡ്. അവൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, എന്തുകൊണ്ടാണ്? ആ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം ചിലപ്പോൾ അവരെന്ത് ചെയ്യും? വിജയിക്കും എന്നാണ് പറയുന്നതൊക്കെ. വളരെ ഒരുപാട് അനുഭവങ്ങളെ കൊണ്ട് നല്ല സാഹിത്യകാരനാകാൻ കഴിയില്ലെന്നൊക്കെ അതിന് അർത്ഥം വരുന്നുണ്ട്. ഒക്കെ സംഗതിക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ മൊത്തത്തിൽ ഈ കോണ്ടക്സ്റ്റ്, ആദ്യം നമ്മൾ ഏത് കോണ്ടക്സ്റ്റിലാണിത് നമ്മൾ സംസാരിച്ചതെന്നാണ്. ഇപ്പോൾ ഈ പിന്നെ
കോട്ടുകൾ വന്നതെന്ന് നമുക്കറിയാം. അത് സ്പീക്കേഴ്സ് ആരെ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ ഏതൊക്കെയാണ് നമുക്ക് പരിചയമുള്ള പോപ്പുലർ അവാർഡുകൾ ഏതൊക്കെയാണ്? നൊബേൽ പ്രൈസ് ഉണ്ട്, ഓസ്കാർ അവാർഡ് ഉണ്ട്, ദ മാൻ ബുക്കർ പ്രൈസ് ഉണ്ട്, പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ, ഇതൊക്കെ നമുക്കറിയാം. റെഡി അല്ലേ? പിന്നെ നമ്മളിത് എഴുതിയെടുക്കേണ്ടത് ആ പാടത്ത് യൂണിറ്റിൻ്റെ പേരും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി പോയാൽ മതി കേട്ടോ. ആ കോട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി നെയിം ദ എമിനന്റ് പേഴ്സണാലിറ്റീസ് ഓഫ് എ കൺട്രി ഹു ഹാവ് വൺ സച്ച് ഇൻ്റർനാഷണൽ അവാർഡ്സ്. ഇന്ത്യയിൽ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ അവാർഡ് കിട്ടിയ ആളുകളുടെ പേര് നമുക്കറിയാം. കുറേ ആൾക്കാരൊക്കെ അറിയാവുന്നതാണ്. അമർത്യ സെന്നെ പോലെ, അതുപോലെ തന്നെ നമ്മുടെ ടാഗോറിനെ പോലെ, റഹ്മാനെ പോലെ, റസൂൽ പൂക്കുട്ടിയെ പോലെ നമുക്കറിയാം. കുറേ ആൾക്കാരെ നമുക്കറിയാം. റെഡി അല്ലേ? ഇനി ഞാൻ വിട്ട ആൾക്കാരെ നിങ്ങൾക്ക് എഴുതാം, കുഴപ്പമില്ല. ജസ്റ്റ് ഗസ് ചെയ്താൽ എഴുതൊന്നും വേണ്ട. ഹൗ ഡസ് യുവർ സ്കൂൾ ഓണർ അച്ചീവേഴ്സ് അമംഗ് സ്റ്റുഡൻസ്? എങ്ങനെയാണ് നിങ്ങളെ സ്കൂളിലെ പിന്നെ കഴിവുള്ള കുട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ നടത്തിയ കുട്ടികളെ എങ്ങനെയാണ് സ്കൂൾ നമ്മൾ ആദരിക്കൽ എങ്ങനെയാണ്? വാട്ട് മൈറ്റ് ഹെൽപ്പ് ദ വിനേഴ്സ് അച്ചീവ് റെക്കഗ്നിഷൻ? ഇങ്ങനൊരു നേട്ടം നേടാൻ അവരെ സഹായിച്ചത് എന്തായിരിക്കാം? റൈറ്റ്, ഓക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ചർച്ചയിൽ നിന്നൊക്കെ നമ്മളെ മനസ്സിൽ കൊണ്ടുവരുന്നത് ഒരാളെ വിജയത്തിലേക്ക് നയിക്കുന്നത് സെൽഫ് എസ്റ്റീമാണ്. എന്താ സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് അവനെക്കുറിച്ചുള്ള വിശ്വാസം, തന്നിലുള്ളൊരു ബഹുമാനമാണ്, സെൽഫ് റെസ്പെക്റ്റാണ്. റെഡി അല്ലേ? അതുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ പിന്നെ ബഹുമാനിക്കാൻ പഠിച്ചെങ്കിലേ നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ. ഇപ്പം മറ്റുള്ളവരെ നിന്ദിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, അവർക്ക് അവരെ തന്നെ എന്തില്ല, ബഹുമാനമില്ല എന്നതിൻ്റെ അർത്ഥം. സെൽഫ് റെസ്പെക്റ്റ് ഉള്ള, സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾ മറ്റൊരാളെയോ മറ്റൊരു കാര്യത്തെയോ നിന്ദിക്കാനോ അല്ലെ അപഹസിക്കാനോ ഒന്നും പോകില്ല. അത് വളരെ വ്യക്തമാണ്. അപ്പോൾ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ വിദ്യാഭ്യാസമാവട്ടെ, വിശ്വാസങ്ങളാവട്ടെ, അതിൻ്റെയൊക്കെ പ്രധാന ഘടകം അതാണ്, തന്നിലുള്ള വിശ്വാസം ഉണ്ടാക്കലാണ്. ഇനി വാട്ട്സ് ദ ടൈറ്റിൽ ഓഫ് ദ യൂണിറ്റ്? എന്താ നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ ടൈറ്റിൽ? ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി എന്നാണ് എഴുതണം കേട്ടോ. യൂണിറ്റ് 4 ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി എഴുതിയെടുക്കണം. എന്താ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ? ദി ആക്ട് ഓഫ് ഫ്ലൈയിങ് എന്നാണ്, പറക്കലിനാണ് ഫ്ലൈറ്റ് എന്ന് പറയാം. ഫാൻസി എന്ന് പറഞ്ഞാൽ ഭാവന എന്നാണ്. പക്ഷേ ഈ ഫ്ലൈറ്റ് ഓഫ് ഫാൻസി എന്ന് പറയുന്ന ഒരു മൊത്തത്തിൽ ഇടിയം പോലെ ഉപയോഗിക്കാറുണ്ട്. ആൻ ഇമാജിനേറ്റീവ് ബട്ട് റിയലിസ്റ്റിക് ഐഡിയ എന്നാണ്. വളരെ ഭാവനാപരമായ എന്നാൽ യാഥാർത്ഥ്യമില്ലാത്തതായ ഏതാണ് പിന്നെ ഒരു ആശയത്തിനാണ് ഫ്ലൈറ്റ് ഓഫ് ഫാൻസി എന്ന് പറഞ്ഞാൽ. നമ്മൾ യഥാർത്ഥ ക്രിയേറ്റിവിറ്റി ഒക്കെ ആയിരിക്കണം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? എഴുതിയെടുക്കണം കേട്ടോ. നൗ ഡിയേഴ്സ്, മെയിൻ തീം സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞു. ബാക്കി എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നുണ്ടാവുക? വാല്യൂ ഓഫ് റെക്കഗ്നിഷൻ ഏൺഡ് വിതൗട്ട് ലോസിങ് അവർ സെൽഫ് എസ്റ്റീം. നമ്മുടെ സ്വയം അത് കളയാതെ നമ്മൾ എന്ത് ചെയ്യണം, നേടിയെടുക്കുന്ന നേട്ടങ്ങൾ, അംഗീകാരത്തിൻ്റെ വില, അതാണൊന്ന്. വാല്യൂ ഓഫ് ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിൻ്റെ മൂല്യമാണ്. ഡേഞ്ചർ ഓഫ് എക്സ്ട്രാവേഗൻസ്, അറിയാലോ എക്സ്ട്രാവേഗൻസിൻ്റെ ഡേഞ്ചറാണ്. നമ്മളൊരു പ്ലേ വരുന്നുണ്ട് അതിൽ, അതാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ ധാരാളിത്തത്തിൻ്റെ, ആർഭാടത്തിൻ്റെ ഒക്കെ അപകടമാണ്. നീഡ് ഓഫ് ഫൈറ്റിംഗ് ഫോർ അവർ റൈറ്റ്, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ പോരാടേണ്ടതിൻ്റെ ആവശ്യകതയാണ്. നോളജ് ആൻഡ് ഇൻസൈറ്റ് ഓഫ് റീഡിങ് റൈറ്റിംഗ്, അറിയാലോ വായനയുടെ ഉൾക്കാഴ്ച, എഴുത്തിൻ്റെ ഉൾക്കാഴ്ച, അറിവ്, അതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? റൈറ്റ്. യെസ്. നൗ ലെറ്റ് us see the lessons in the unit. ഏതൊക്കെയാണ് ഈ യൂണിറ്റിലെ പാഠങ്ങൾ? ഒന്ന് ദ സ്കോളർഷിപ്പ് ജാക്കറ്റാണ്. അത് എഴുതിയത് മാർത്ത സലീനാസ് ആണ്. ഷോർട്ട് സ്റ്റോറിയാണ്. ദ നെവർ നെവർ നെസ്റ്റ് സെഡ്രിക് മൗണ്ടിൻ്റെ ഒരു 1 ആക്ട് പ്ലേ ആണ്, ഏകാംഗ നാടകമാണ്. പിന്നെ ഒരു പോയട്രി എന്ന അതിൻ്റെ പേര്, അത് എഴുതിയത് പാബ്ലോ നെരൂദയാണ്. റെഡി അല്ലേ? നൗ ഷാൽ വി സീ എ റൈറ്റർ? ഹു ഇസ് ദിസ്? ദിസ് ഈസ് മാർത്ത സലീനാസ്. ഡിയേഴ്സ്, ഇറ്റ് ഈസ് ദർ ഇൻ ടെക്സ്റ്റ് ബുക്ക്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ബുക്കിലുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കില്ല, ഞാൻ വായിച്ച നേരങ്ങളുണ്ടല്ലോ, നമ്മൾ ബുക്കിലുള്ളതാണ്. റൈറ്റ് ഡിയേഴ്സ്. നൗ ഡിയേഴ്സ്, ദിസ് നറേറ്റർ ദാറ്റ് ഇസ് മാർത്ത ഹാഡ് എ ഡ്രീം. അവർക്ക് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ സ്വപ്നം? നിങ്ങൾക്ക് എന്താണെന്നറിയോ? ക്യാൻ യു ഗസ് ഇറ്റ്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്തായിരിക്കും ആ സ്വപ്നം എന്നുള്ളത്? പ്ലീസ് സീ ദ പിക്ചർ. സീ, പ്ലീസ് നോട്ട് ദിസ് വൺ. വാട്ട്സ് ദിസ്? റൈറ്റ്. ഹാവ് യു ഗോട്ട്? മനസ്സിലായോ എന്തായിരിക്കും ആ സ്വപ്നം? നിങ്ങൾ കാണുന്നുണ്ടാവും. ഷീ വാണ്ടഡ് ടു ഗെറ്റ് എ ജാക്കറ്റ്. യു ക്യാൻ സീ എ ജാക്കറ്റ് ഹിയർ. റൈറ്റ്. ഒരു ജാക്കറ്റ് കിട്ടേണ്ടിയിരുന്നു. റൈറ്റ്. ഡു യു നോ വാട്ട് വാസ് സ്പെഷ്യൽ വിത്ത് ദ ജാക്കറ്റ്? എന്തായിരിക്കും ആ ജാക്കറ്റിൻ്റെ പ്രത്യേകത? റൈറ്റ്. നമ്മൾ ചർച്ച ചെയ്യുന്ന എഴുതിയെടുക്കണം. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, മാർത്ത സാലിനാസ്. ഷോർട്ട് സ്റ്റോറി, അത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. റൈറ്റ്. യെസ്. നമുക്ക് നോക്കാം എന്താണ് ആ ജാക്കറ്റ്. ഒരു അവാർഡായിരുന്നത്. റെഡി അല്ലേ? ആൻ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ?
An award is a mark of recognition given in honor of one's excellence in a certain field. അവാർഡ് എന്ന് പറഞ്ഞാൽ ഒരു മേഖലയിലെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരാൾ കാണിക്കുന്ന മികവിന് ആദരിക്കാൻ വേണ്ടി കൊടുക്കുന്ന, അംഗീകാരത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു അംഗീകാരത്തിന് സൂചകമാണ് അവാർഡ്. മക്കൾ, റിവാർഡ് പറഞ്ഞാൽ പണിയെടുത്തതിൻ്റെ അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ കൂലിയാണ് റിവാർഡ്. അത് നമ്മൾ വ്യത്യാസം കേട്ടോ. ഡു യു ഡ്രീം ഓഫ് ഗെറ്റിംഗ് സച്ച് അവാർഡ്? നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും അവാർഡ് കിട്ടുന്ന നിങ്ങൾക്ക് സ്വപ്നം കാണാറുണ്ടോ? ഇഫ് സോ, വാട്ട് സ്റ്റാൻഡ്സ് ഇൻ ദ വേ ഓഫ് യുവർ ഡ്രീംസ്? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അവാർഡ് വാങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയായിരിക്കും? ഹിയർ ഇൻ ദി സ്റ്റോറി ദ നറേറ്റർ സ്പീക്സ് അബൌട്ട് ദ ഒബ്സ്റ്റക്കിൾസ് ഷി ഹാഡ് ടു എൻകൗണ്ടർ ടു മേക്ക് ഹർ ഡ്രീം കം ട്രൂ. ഇതിൻ്റെ തീമാണ്, ശ്രദ്ധിക്കണേ. എന്താ നമ്മൾ ഈ കഥയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അവർ പറയുന്നത് അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് അവർ അനുഭവിച്ച നേരിട്ട തടസ്സങ്ങളെക്കുറിച്ചാണ്. ഒബ്സ്റ്റക്കിൾ തടസ്സങ്ങളെക്കുറിച്ചാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ കഥയിൽ പറയുന്നത്. നമുക്ക് ആദ്യത്തെ 4 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കിയാലോ? നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റ്, നല്ലോണം ശ്രദ്ധിക്കണേ, കൂടെ വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം കേട്ടോ. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. A beautiful gold and green jacket was awarded to the class valedictorian, the student who had maintained the highest grades for 8 years. The scholarship jacket had a big gold "Yes" on the left front side and your name written in gold letters on the pocket. My oldest sister Rosie had won the jacket a few years back and I fully expected to also. I was 14 and in the 8th grade. I had been a straight A student since the first grade and this last year had looked forward very much to owning that jacket. My father was a farm laborer who couldn't earn enough money to feed 8 children. So when I was 6, I was given to my grandparents to raise. We couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. So even though our family was quite agile and athletic, there would never be a school sports jacket for us. This one, the scholarship jacket, was our only chance. In May, close to graduation, spring fever had struck us as usual with a vengeance. No one paid any attention in class. Instead, we stared out of the windows and at each other, wanting to speed up the last few weeks of school. I despaired every time I looked in the mirror. Pencil thin, not a curve anywhere. I was called beanpole and string bean, and I knew that's what I looked like. That really wasn't much for a 14-year-old to work with, I thought, as absent-mindedly wandered from my history class to the gym. Another hour of sitting in basketball and displaying my toothpick legs was coming up. Then I remembered my PE shorts were still in a bag under my desk where I had forgotten them. I had to walk all the way back and get them. Coach Thompson was a real bear if someone was interested for PE. She had said I was a good forward and even tried to talk Grandma into letting me join the team once. Of course, Grandma said no. വായിച്ചിട്ടുണ്ടാവില്ല, എളുപ്പമാണ്, നല്ല രസമുള്ള മനസ്സ് തട്ടുന്ന നല്ല കഥയാണ്. ഓക്കെ, കുറേ ആശയങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. റൈറ്റ്, യെസ്. വിച്ച് വാസ് ഹെർ സ്കൂൾ? നമ്മളത് പറയാൻ ശ്രമിക്കുക. അവളുടെ സ്കൂളിൻ്റെ പേരെന്താണ്? ഹൗ ഡ സ്കോളർഷിപ്പ് ജാക്കറ്റ് ലുക്ക് ലൈക്ക്? എങ്ങനത്തെ ജാക്കറ്റായിരുന്നു ആ സ്കോളർഷിപ്പ് ജാക്കറ്റ്? വൈ ഡിഡ് മാത്ത എക്സ്പെക്ട് ടു വിൻ ദ ജാക്കറ്റ് ദിസ് ഇയർ? അക്കൊല്ലം അവർക്കത് കിട്ടും എന്നവർ പറയാൻ കാരണം എന്താണ്? വൈ വാസ് മാത്ത ഗിവൺ ടു ഹെർ ഗ്രാൻഡ് പാരൻസ് വെൻ ഷി വാസ് 6? 6 വയസ്സായപ്പോൾ എന്തുകൊണ്ടാണ് മാർത്തനെ ഗ്രാൻഡ് പാരൻസിന് കൊടുത്തത്? വൈ ഡിഡ് ഷി ഹാവ് ടു വോക്ക് ഓൾ ദ വേ ബാക്ക് ടു ഹെർ ക്ലാസ് റൂം ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഡയറക്ട്ലി ടു ദ ജിമ്മിന് പോവാതെ ക്ലാസ് റൂമിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ വാസ് ദ കോച്ച് തോംസൺ? എങ്ങനത്തെ ആളായിരുന്നു കോച്ച് തോംസൺ? ഇതിൻ്റെ ഒക്കെ ഉത്തരം അതിലുണ്ട്. നിങ്ങൾ നല്ലോ മനസ്സിൽ ശ്രദ്ധിച്ച് ആലോചിക്കണം. നമ്മൾ ചർച്ച ചെയ്യും. റെഡി അല്ലേ? കുറേ ആശയങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല, കുറേ കിട്ടിയിട്ടുണ്ടാവും. ഓഫ് കോഴ്സ് ഗ്രാൻഡ്മാ സെഡ് നോ. എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? വി ക്യാൻ റീഡ് ദ പാരഗ്രാഫ്സ് അഗൈൻ സൈലൻ്റ്ലി, നോട്ട് ദ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ടു. ഒന്ന് ശബ്ദം ഉണ്ടാവാതെ മനസ്സിൽ വായിക്കുക. ഇത് നോക്കിയിട്ടോ ടെക്സ്റ്റ് നോക്കിയിട്ടോ ഒക്കെ വായിക്കാം. പോസ് ചെയ്താൽ മതി. റൈറ്റ്.
You have 4 answers from this part to answer. 4 ചോദ്യങ്ങളാണ് നോക്കാം. ചോദ്യങ്ങൾ: What was the tradition followed in the small Texas school? ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. സ്മോൾ ടെക്സാസ് സ്കൂളിൽ നടന്നു വരുന്ന ആ ഒരു പിന്നെ പരമ്പരാഗത എന്താ പറയുക ആചാരം എന്താണെന്നാണ്. Then what do you think the letter S on the jacket represent? എന്താണ് നമ്മൾ ആ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ എസ് ഉണ്ട് എന്ന് പറഞ്ഞു, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ദിസ് വൺ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് അവർ ഓൺലി ചാൻസ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മാർത്ത പറയാൻ കാരണം? ഹൗ ഡസ് മാർത്ത ഡിസ്ക്രൈബ് ഹെർസെൽഫ്? എങ്ങനെയാണ് മാർത്തയെക്കുറിച്ച് തന്നെ പറയുന്നത്? പോസ് ചെയ്ത് എഴുതണം കേട്ടോ. നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും, എഴുതിയെടുക്കേണ്ടതാണ്. റൈറ്റ്, എഴുതിയിട്ടുണ്ടാവും. ദെൻ വി ക്യാൻ സീ ദ ആൻസർ. ഫസ്റ്റ് വൺ ഈസ് the tradition that was followed in the small Texas school was that a beautiful gold and green jacket was awarded to the class valedictorian every year. Clear ആണല്ലോ? ക്ലാസ്സിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് ഒരു സ്വർണ്ണ പച്ച നിറത്തിലുള്ള ഒരു ജാക്കറ്റ് എന്ത് ചെയ്യാനുള്ള കൊടുക്കുക എന്നുള്ളതാണ്. സുന്ദരമായ ജാക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തേത് അവർ സാധാരണ ചെയ്തു വരുന്ന കാര്യം. റെഡിയല്ലേ? അടുത്തത് എസ് എന്ന് പറഞ്ഞാൽ എന്താവാനാ സാധ്യത? ദാറ്റ് മീൻസ് that may stand for scholar, പണ്ഡിതൻ എന്ന ഇതിനായിരിക്കണം. നൗ എന്തുകൊണ്ടാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയാൻ കാരണം? മാർത്തക്ക് സ്പോർട്സിലോ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നു, യൂണിഫോം കോസ്റ്റ് ഉണ്ടായിരുന്നു, ടൗണിൻ്റെ പുറത്തേക്കുള്ള ട്രിപ്പ് ഉണ്ട്, അതിനൊക്കെ പൈസ വേണം. റെഡിയല്ലേ? അത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബം വളരെ അജൈലും അതുപോലെ തന്നെ അത്ലറ്റിക്കായിട്ട് പോലും സ്പോർട്സ് ജാക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് മാത്രമേ കിട്ടുള്ളൂ എന്ന് ചിന്തിക്കാൻ കാരണം. മാർത്ത എങ്ങനെ മാർത്തയെക്കുറിച്ച് പറയുന്നത്? മാർത്ത ഡിസ്ക്രൈബ്സ് ഹെർസെൽഫ് ആസ് പെൻസിൽ തിൻ ഫിഗർ. വളരെ മെലിഞ്ഞ ഒരാളായിട്ടാണ്. ഷീ വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്പ്രിംഗ് ബീൻ. ബീൻ പോൾ അല്ലെങ്കിൽ സ്പ്രിംഗ് ബീൻ എന്നായിരുന്നു അവളുടെ ഇരട്ട പേര്. ബാക്കിയുള്ളവരെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്. എന്താ കാരണം? ബിക്കോസ് ഓഫ് ഹർ ലീൻ ലുക്ക്, തടിയില്ലാത്തത് കൊണ്ട്. റെഡിയല്ലേ? Nowadays, let us discuss the paragraphs in detail. നല്ലോണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതിനുമ്പോൾ വാക്കുകൾ കണ്ടാലോ? ട്രഡിഷൻ എന്ന് പറഞ്ഞാൽ ബിലീഫ്, കസ്റ്റം ഓർ വേ ഓഫ് ഡൂയിങ് സംതിങ് ദാറ്റ് ഹാസ് എക്സിസ്റ്റഡ് ഫോർ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന പ്രവൃത്തി, ഒരാചാരം, ഒരനുഷ്ഠാനം, അതിനൊക്കെയാണ് എന്തെന്ന് പറയുക? ട്രഡിഷൻ എന്ന് പറയാം. ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ പെർഫോം എ ടാസ്ക് എന്നാണെന്ന് പറഞ്ഞാൽ ചെയ്യുക, നിർവഹിക്കുക എന്നർത്ഥം. സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം സക്സസീവ് എന്നാണ്. വിതൗട്ട് ബ്രേക്ക്, മുറിയാതെ, തുടർച്ചയായി എന്നാണ് ഇവിടുത്തെ അർത്ഥം. Now serious. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. പറയൂ, നിങ്ങൾ എന്താ സ്കൂളിൻ്റെ പേര്? സ്മോൾ ടെക്സാസ് സ്കൂളാണ്. അവിടെയായിരുന്നു ആര് പഠിച്ചിരുന്നത്? നമ്മുടെ മാർത്ത പഠിച്ചിരുന്നത്. ഞാൻ പോയിരുന്ന സ്മോൾ ടെക്സാസ് സ്കൂളിൽ ഹാഡ് എ ട്രഡിഷൻ ക്യാരിഡ് ഔട്ട്. വാട്ട് വാസ് ദ ട്രഡിഷൻ ദർ? എന്താ അവിടെ നടത്തിയിരുന്ന ഒരു ആചാരം എന്തായിരുന്നു? എല്ലാ കൊല്ലം നടത്തിയിരുന്ന ഒരു ആചാരമായിരുന്നു, ഒരു നടപടിയായിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ എന്നാ നടക്കുക? ഡ്യൂറിങ് ദ 8th grade graduation, 8ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞ് അത് പ്രഖ്യാപിക്കുന്ന സമയത്താണ്. എന്താണ് ആചാരം? A beautiful gold and green jacket was awarded to the class valedictorian. ക്ലാസ്സിലെ ഏറ്റവും മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് ഒരു സ്വർണ്ണ അല്ലെങ്കിൽ പച്ച കലർന്ന ഒരു ജാക്കറ്റ് എന്ത് ചെയ്യാറ്? സുന്ദരമായ ഒരു ജാക്കറ്റ് എന്ത് ചെയ്യാറുണ്ട്? കൊടുക്കാറുണ്ടായിരുന്നു. ആരായി വാൽഡിക്ടോറിയൻ എന്ന് പറഞ്ഞാൽ ആരാ? ദ സ്റ്റുഡൻറ്റ് ഹു ഹാഡ് മെയിൻറ്റെയിൻ ദി ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 8 years. 8 കൊല്ലമായിട്ട് എന്ന് പറഞ്ഞാൽ 1st to 8th 8 കൊല്ലമായിട്ട് ഏറ്റവും ഉയർന്ന ഗ്രേഡ് നിലനിർത്തി പോരുന്ന കുട്ടിയാണ് ആര്? വാൽഡിക്ടോറിയൻ. റെഡിയല്ലേ? ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഹാഡ് എ ബിഗ് ഗോൾഡ് എസ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് എങ്ങനത്തതായിരുന്നു? വലിയൊരു എസ് ഉണ്ടായിരുന്നു. ഓൺ ദ ലെഫ്റ്റ് ഫ്രണ്ട് സൈഡ്, അതിൻ്റെ ഇടത് ഭാഗത്ത് മുമ്പിലായിട്ട്. ആൻഡ് യുവർ നെയിം റിട്ടൺ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. ആ കിട്ടുന്ന ആളുടെ പേര് പോക്കറ്റുമ്മൽ സ്വർണ്ണ നിറത്തിൽ എഴുതുമായിരുന്നു. മൈ ഓൾഡസ്റ്റ് സിസ്റ്റർ റോസി ഹാഡ് വൺ ദ ജാക്കറ്റ്. ആർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്? അവളുടെ ഏറ്റവും വലിയ സിസ്റ്ററായ റോസിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാ കിട്ടിയത്? a few years back, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. ആൻഡ് ഐ ഫുള്ളി എക്സ്പെക്റ്റഡ് ഓൾസോ. എനിക്കത് കിട്ടുന്നതാണ് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രതീക്ഷിക്കുന്നത്. എന്താ കാരണം? I was 14 and in the 8th grade. 14 വയസ്സാണ്. ഏത് ക്ലാസ്സിലാണ്? 8ാം ക്ലാസ്സിലാണ്. ഐ ഹാഡ് ബീൻ എ സ്ട്രൈറ്റ് എ സ്റ്റുഡൻറ്റ്. ഞാൻ തുടർച്ചയായിട്ടുള്ള എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ 1ലും എ ആണ്, 2ലും എ ആണ്, 3 എല്ലാ ക്ലാസ്സുകളിലും എ ആണ്. സിൻസ് ദ 1st grade, 1ാം ക്ലാസ് മുതൽ തന്നെ. ആൻഡ് ദിസ് ലാസ്റ്റ് ഇയർ ഹാഡ് ലുക്ക്ഡ് ഫോർവേഡ് വെരി മച്ച് ടു ഓണിങ് ദാറ്റ് ജാക്കറ്റ്.
അതായത് ഈ അവസാന കൊല്ലം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് അത് സ്വന്തമാക്കാമെന്ന് വിചാരിച്ചാണ് പ്രതീക്ഷയാണ് അവരിയ്ക്കുന്നത്. അവസാന കൊല്ലം ആയതുകൊണ്ട് റെഡിയല്ലേ. മൈ ഫാദർ വാസ് എ ഫാം ലേബറർ. എന്തായിരുന്നു അച്ഛന് പണി? കർഷക തൊഴിലാളിയായിരുന്നു. ഹൂ കുഡിൻറ്റ് ആൻ ഇനഫ് മണി ടു ഫീഡ് 8 ചിൽഡ്രൻ. 8 മക്കളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള അത്രയും വരുമാനം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സോ വെൻ ഐ വാസ് 6 ഐ വാസ് ഗിവൺ ടു മൈ ഗ്രാൻഡ് പാരൻസ് ടു റൈറ്റ്. 6 വയസ്സായപ്പോൾ ഗ്രാൻഡ് പാരൻസിന് അച്ഛനോ അല്ലെങ്കിൽ അമ്മച്ചനോ ഒക്കെ ആവാം, അവർക്ക് എന്ത് ചെയ്തു? വളർത്താൻ വേണ്ടി കൊടുത്തു. ക്ലിയർ ആണല്ലോ മക്കളെ? സിമ്പിളാണല്ലോ. നൗ നെക്സ്റ്റ് പാരഗ്രാഫ് വാക്കുകൾ കണ്ടോളൂ ആദ്യം. അജൈൽ എന്ന് പറഞ്ഞാൽ മൂവിങ് ക്വിക്കലി ലൈറ്റ്ലി, നിമ്പിൾ ആക്റ്റീവ്, വളരെ ഊർജ്ജസ്വലതയുള്ള പെട്ടെന്ന് ചാടാൻ ഓടാൻ കഴിയുന്ന എന്നൊക്കെയാണ് അജൈൽ എന്ന് പറഞ്ഞാൽ. സ്പ്രിംഗ് ഫീവർ എന്ന് പറഞ്ഞാൽ അതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. എ ഫീലിംഗ് ഓഫ് റെസ്റ്റ്ലെസ്നെസ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഫെൽറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് സ്പ്രിംഗ്. സ്പ്രിംഗ് കൊണ്ട് തുടങ്ങുമ്പോഴുള്ള വല്ലാത്തൊരു അസ്വസ്ഥതയും അതുപോലെ ഉത്സാഹത്തിനൊക്കെയാണ് എന്ത് പറയുക? സ്പ്രിംഗ് ഫീവർ എന്ന് പറയാം. വിത്ത് എ വെഞ്ചൻസ് എന്ന് പറഞ്ഞാൽ ടു എ ഗ്രേറ്റർ ഡിഗ്രി ദാൻ എക്സ്പെക്റ്റഡ് എന്നാണ്, വളരെ തീവ്രമായി എന്നാണ്. ഡിസ്പയർ എന്ന് പറഞ്ഞാൽ അർത്ഥം ലോസ് ഹോപ്പ്, നിരാശനാവുക എന്നാണ്. ബീൻ പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റിക്ക് ഫോർ സപ്പോർട്ടിങ് ബീൻ പ്ലാന്റ്സ്. അത് നേരെ അർത്ഥതാണ്. അതായത് ബീൻസ് പോൾഡ്, പിന്നെ ചെടി ഇങ്ങനെ വളർന്നു വരുമ്പോൾ കുത്തു കൊടുക്കാം. പോള് പറഞ്ഞാൽ നമുക്കറിയാം കുത്താണ്, അതിന് കൊടുക്കുന്ന കുത്താണ്. ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. ടോൾ തിൻ പേഴ്സൺ എന്ന് അർത്ഥമുണ്ട്, ഉയരമുള്ള മെലിഞ്ഞ ആളെന്ന് അർത്ഥമുണ്ട്. സ്ട്രിംഗ് ബീൻ എന്ന് പറഞ്ഞാൽ ഒരു സൈസ് പിന്നെ ബീൻസാണ്. അതും അതുപോലെ പിന്നെ ഒരു കൊളോക്കിയലായിട്ട് എന്താ അർത്ഥമുണ്ട് അതിന്? എ ടോൾ തിൻ പേഴ്സൺ അർത്ഥമുണ്ട്. ടൂത്ത് പിക്ക് പല്ലുകുത്തിയാണ്, നമുക്കറിയാം അത്. പിന്നെ ബെയർ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം റഫ് അൺമാനർലി പേഴ്സൺ എന്നാണ്, വളരെ പരുഷനായ ഒരാളെയാണ് ബെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് കരടി എന്നൊക്കെ അതിൻ്റെ അർത്ഥം നമുക്കറിയാം അത്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. നൗ യു ക്യാൻ സീ ഹെർ അപ്പിയറൻസ് ഹിയർ, ഇറ്റ് ഈസ് ദർ, തിന്നാണ്, നോ കവ് എനിവർ, ആൻഡ് ദിസ് ഈസ് ടൂത്ത് പിക്ക് ഇതാണ്, ആൻഡ് സ്പ്രിംഗ് ബീൻ ഇതാണൊക്കെ. ക്ലിയർ ആണല്ലോ മക്കളെ? റെഡിയല്ലേ? Now let us discuss. We couldn't participate in sports at the school because there were registration fees, uniform cost and trips out of town. ഈ 3 കാര്യങ്ങളെ കൊണ്ട് ഇവർക്ക് സ്കൂളിലെ സ്പോർട്സിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഒന്ന്, രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കേണ്ടിയിരുന്നു, യൂണിഫോമിന് വില കൊടുക്കേണ്ടിയിരുന്നു, ടൗണിന് പുറത്തേക്ക് പോകുന്നതിനൊക്കെ ചിലവുണ്ടായിരുന്നു. റെഡിയാണല്ലോ? അതുകൊണ്ട് തന്നെ സോ ഈവൻ ദോ അവർ ഫാമിലി വാസ് ക്വൈറ്റ് അജൈൽ, ഇവരെ കുടുംബം നമുക്കറിയാം കർഷക തൊഴിലാളികളുടെ കുടുംബമാണ്, അതുകൊണ്ട് തന്നെ വളരെ ഊർജ്ജസ്വലതയുള്ള ആളുകളായിരുന്നു. ആൻഡ് അത്ലറ്റിക്, കായികക്ഷമതയുള്ള ആളുകളായിരുന്നു. ദർ വുഡ് നെവർ ബി എ സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് ഫോർ അസ്, അവർക്കൊരിക്കലും ഒരു സ്കൂൾ സ്പോർട്സ് ജാക്കറ്റ് കിട്ടിയിരുന്നില്ല. അതിൻ്റെ കാരണം നമ്മൾ മോളിൽ പറഞ്ഞു 3 കാര്യമാണ്. ദിസ് വൺ, ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് വാസ് ഓൺലി അവർ ഓൺലി ചാൻസ്. ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാത്രമാണ് അവരെ ഒരേ ഒരു സാധ്യത. ഇൻ മൈ ക്ലോസ് ടു ഗ്രാജുവേഷൻ, മെയിൽ ഗ്രാജുവേഷൻ ഏതാണ്ട് അടുത്തായപ്പോഴേക്കും സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ വിത്ത് എ വെഞ്ചൻ. വളരെ തീവ്രമായി എല്ലാവരും എന്ത് ബാധിച്ചിരുന്നു? സ്പ്രിംഗ് ഫീവർ ബാധിച്ചു. സ്പ്രിംഗ് ഫീവർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് സ്പ്രിംഗ് തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിൽ ആ സമയത്ത് അതിൻ്റെ തുടക്കത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു ഉത്സാഹം, ഒരു അസ്വസ്ഥതയ്ക്കാണ് സ്പ്രിംഗ് ഫീവർ എന്ന് പറയാം. നോൺ പെയ്ഡ്, നമുക്കറിയാം അത് തണുപ്പ് കാലം കഴിഞ്ഞ് സ്പ്രിംഗ് വരിക എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. നമുക്കറിയാം നമ്മുടെ അത്രത്തോളം തീവ്രമായ കാലാവസ്ഥ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നോൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്, ആരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല. പിന്നെന്താ ചെയ്തത് അവർ? ഇൻസ്റ്റഡ്, പകരം വി സ്റ്റേഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ്, ജനലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്തേക്ക് തുറച്ചു നോക്കി. ആൻഡ് ടീച്ചർ തമ്മിൽ വാണ്ടിങ് ടു സ്പീഡ് അപ്പ് ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് ഓഫ് സ്കൂളിൻ്റെ അവസാനത്തെ ഏതാണ്ട് ആഴ്ചകൾ പെട്ടെന്ന് കഴിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഐ ഡിസ്പെയർഡ് എവറി ടൈം, എപ്പോഴും അവർക്ക് നിരാശ തോന്നും. എനിക്ക് എപ്പോഴാണ് ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ, എന്തിൽ നോക്കുമ്പോൾ, ആ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് നിരാശ തോന്നും. പെൻസിൽ പോലെ മെലിഞ്ഞിട്ടാണ്. നോട്ട് കർവ് എനിവർ, ശരീരത്തിൽ ഒരു ഭാഗത്തും എന്തില്ല, ഒരു വടിവോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത്രയും പിന്നെ സ്കിന്നിയാണ്, അത്രയും ഏതാണ് മെലിഞ്ഞിട്ടാണ്. ആൻഡ് ഐ വാസ് കോൾഡ് ബീൻ പോൾ ആൻഡ് സ്ട്രിംഗ് ബീൻസ്. ആ രൂപം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവളെ വിളിച്ചിരുന്ന പേരെന്താ? ബീൻ പോൾ എന്നല്ല സ്ട്രിംഗ് ബീൻ എന്നൊക്കെ വിളിച്ചിരുന്നത്. ആൻഡ് ഐ ന്യൂ ദാറ്റ് ഈസ് വാട്ട് ഐ ലുക്ക് ലൈക്ക്. അവർക്കറിയാം, അതായത് മാർത്തക്കറിയാം അവൾ അങ്ങനെയാണ് പിന്നെ തോന്നിച്ചിരുന്നതെന്നുള്ള അവർക്കറിയാം. ദാറ്റ് റിയലി വാസ് ഇൻ മച്ച് ഫോർ. ഇപ്പോൾ പോകുമ്പോൾ അങ്ങനെ ആലോചിക്കുക ചെയ്യണത്, ഈ നടന്നു പോകുമ്പോൾ അത് ഒരു 14 വയസ്സായ ഒരു കുട്ടിക്ക് അത്ര വലിയ കാര്യമല്ല എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു? അവർ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ട് വാണ്ടേഡ് ഫ്രം എ ഹിസ്റ്ററി ക്ലാസ് ടു ദ ജിം, ഹിസ്റ്ററി ക്ലാസ് നേരെ ജിമ്മിലേക്ക് പോയി. അനദർ അവർ ഓഫ് സെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ. അവിടെ എന്താ പരിപാടി? 1 മണിക്കൂറും കൂടിയ ബാസ്കറ്റ് ബോൾ കളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുമ്പോൾ നന്നായിട്ട് വിയർക്കും, സെറ്റ് ചെയ്യാൻ വിയർക്കുക നമുക്കറിയാം. ആൻഡ് ഡിസ്പ്ലേയിങ് മൈ ടൂത്ത് പിക്ക് ലെഗ്,
പല്ലിക്കുത്തി പോലുള്ള കാലുകൾ കണ്ടിട്ടുണ്ടാകും, ഇങ്ങനെ കൂർത്ത് വരിക ചെയ്യുക. അതേപോലെ ഉള്ള കാല് കാണിച്ചുകൊണ്ട് വാസ് കമ്മിങ് അപ്പ്, ആ ഒരു മണിക്കൂറാണ് വരുന്നതെന്ന് പറഞ്ഞാൽ പല്ലിക്കുത്തി പോലുള്ള കാലും കാണിച്ചുകൊണ്ട് ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ഒരു മണിക്കൂറാഞ്ഞുള്ളതെന്ന് അർത്ഥമുള്ളൂ, വിയർക്കുന്ന ഒരു മണിക്കൂറാണുള്ളത്. ദെൻ ഐ റിമെമ്പേർഡ് മൈ പി ഷോർട്സ്, അപ്പോഴാണ് ഒക്കെ ഓർമ്മ വന്ന് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പി ഇ ഷോർട്സ് എടുത്തിട്ടില്ല എന്നുള്ളത്. റെഡി അല്ലേ? സ്റ്റിൽ ഇൻ ദ ബാഗ് അണ്ടർ മൈ ഡെസ്കിൻ്റെ താഴെ എവിടെയാണ്, പിന്നെ ഒരു ബാഗിൽ ഡെസ്കിൻ്റെ താഴെ ബാഗിലിട്ടിട്ട് ഡെസ്കിൻ്റെ താഴെ വെച്ചിരിക്കുന്നപ്പോൾ ഓർമ്മ വന്നു. വേറെ ഐ ഹാഡ് ഫോർഗോട്ടൺ ഡൻ, അത് അവിടെ വെച്ചിട്ട് അവൾ മറന്നിട്ടുണ്ട്, അത് ഡെസ്കിൻ്റെ താഴെ വെച്ചിട്ട്. ഐ ഹാഡ് ടു വോക്ക് ഓൾ ദ വേ ബാക്ക് ആൻഡ് ഗെറ്റ് ദം, ഇനിയിപ്പോൾ തിരിച്ച് അവിടെ ക്ലാസ്സിൽ പോയിട്ട് അത് എടുത്തുകൊണ്ട് വരണം. കോച്ച് തോംസൺ വാസ് എ റിയൽ ബെയർ, വളരെ മരട്ട് സ്വഭാവക്കാരനാണ് നമ്മളെ കോച്ച് തോംസൺ. പിന്നെ ഇഫ് സമൺ വാസ് ഇൻ ഡ്രസ്സ് ഫോർ പിക്ക് ഡ്രസ്സ് ഇട്ടിട്ടില്ലെങ്കിൽ, ഈ ഷോർട്സ് ഇടാതെ വന്നാൽ വളരെ റഫായിട്ടാണ് പെരുമാറുക. ഷീ ഹാഡ് സെഡ് ഐ വാസ് എ ഗുഡ് ഫോർവേഡ് ആൻഡ് ഈവൻ ട്രൈ ടു ടോക്ക് ഗ്രാൻഡ്മ ഇൻ ടു, ഈ തോംസൺ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഗ്രാൻഡ്മാനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇവൾ നല്ല ഫോർവേഡാണെന്നും അതുപോലെ തന്നെ അവൾ എന്ത് ചെയ്യുക, സ്കൂൾ ടീമിൽ ചേർക്കുന്നതിനെ കുറിച്ചും എന്ത് ചെയ്തിട്ടും ഗ്രാൻഡ്മാനോട് എന്ത് ചെയ്തിട്ട് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ഗ്രാൻഡ്മ പറഞ്ഞത്? ഓഫ് കോഴ്സ് ഗ്രാൻഡ്മ സഡ് നോ, ഗ്രാൻഡ്മ എന്താ പറഞ്ഞത്? തീർച്ചയായിട്ടും വേണ്ട എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ മക്കളെ? നൗ ഡിയേഴ്സ്, നമ്മൾ കണ്ടതാണ്. നൗ പ്രധാനപ്പെട്ടതുവരെയുള്ള എന്താണ് ഇതുവരെയുള്ള കഥകൾ? കഥ എന്താണ്? ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ മാത്ത സാലിന. എഴുതിയെടുക്കണേ. ഇൻ ദ സ്റ്റോറി ദ നറേറ്റർ സ്പീക്സ് അബൌട്ട് ദി ഒബ്സ്റ്റക്കിൾ ഷീ ഹാഡ് ടു എൻകൗണ്ടർ ടു മേക്ക് എ ഡ്രീം ഓഫ് ഗെറ്റിംഗ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കം ട്രൂ. തീമാണ് it was given to the student who maintains the highest grades for 8 years. The story conveys the message that there are many things that cannot be bought. അതിൽ മെസ്സേജ് അവസാനം കൃത്യമായിട്ട് മനസ്സിലാവും. പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. പണം മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു ആധുനിക ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. പണം മാത്രമാണ്. മണി ഈസ് വാട്ട് മാറ്റേഴ്സ് ദാറ്റ് മാറ്റേഴ്സ് എന്നൊരു നിലപാടുണ്ട്. അത് ശരിയല്ല. പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാണ് നമ്മളിതിൽ പഠിക്കുന്നത്. മാർത്ത 14-year-old Mexican girl was an eighth grade student in the small Texas school. She was from a poor family. She was pencil thin and was called bean pole and string bean. Even though their family was quite agile and athletic, there would never be a school sports jacket for them because they couldn't afford registration fees, uniform costs and trips out of town. The scholarship jacket which was awarded to the class valedictorian was their only chance. Her older sister Rosie had won that jacket a few years back. Martha too hoped intensely to get it because she was in 8th grade and had maintained an A+ average during her 8th year of schooling. ഇതാണ് പ്രധാനപ്പെട്ട കഥയുള്ള ഭാഗം. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കും മക്കൾ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വളരെ ചുരുക്കിയ കാര്യങ്ങൾ, കഥൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ മറ്റേ ചേർത്ത് പറയാം. കുറച്ച് കാര്യങ്ങൾ ആ 4ാമത്തെ പാരഗ്രാഫിൻ്റെ ഒക്കെ അടുത്തതിൽ നമുക്ക് കൂട്ടി പറയാം. ഇവിടെ 8th ഗ്രേഡ് ആട്ടോ, ശ്രദ്ധിക്കണം കേട്ടോ, മാറിപ്പോയതാണ്. ഓക്കെ, റൈറ്റ്. യെസ്. നൗ എന്താ 1ാമത്തെ അസൈൻമെൻറ്റ്? ലെറ്റർ എഴുതാനാണ്. മാർത്ത ഗ്രേഡ് 1 മുതൽ 8 വരെ നിലനിർത്തി നമുക്കറിയാം. അവൾ സ്കോളർഷിപ്പ് ജാക്കറ്റ് വർഷം കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുക, നമുക്കറിയാത്. അവളുടെ സ്വപ്നം ഒരു സുഹൃത്തുമായിട്ട് അവൾ ഷെയർ ചെയ്യുകയാണ്. ഇങ്ങനെ ആയിരിക്കും കത്ത് എന്നാണ്. ഇൻഫോർമൽ ലെറ്ററൊക്കെ നമ്മൾ കുറേ ചർച്ച ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഞങ്ങളതൊക്കെ വെച്ച് എഴുതിയിട്ടുണ്ടാവും. യു ക്യാൻ സി എ സാമ്പിൾ. നമ്മൾ വിത്തൗട്ട് നെയിം അഡ്രസ്സും ഡേറ്റും എഴുതി, അഭിസംബോധന എഴുതി, നല്ലൊരു തുടക്കമുണ്ട്. ബോഡി പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളതിൽ കോണ്ടൻറ്റ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ അതിനുശേഷം ഒരു കൺക്ലൂഷൻ ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ കൊടുത്തു, ഒപ്പുണ്ട്, പേരുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫോം. നിങ്ങൾ വായിച്ച് എഴുതൂലേ, കുഴപ്പമുണ്ടാവില്ലല്ലോ, എഴുതിയെടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ഈസ്, ഇത് നമ്മൾ ഇഷ്ടംപോലെ ചർച്ച ചെയ്തതാണ്. പ്രൊഫൈൽ എഴുതാനാണ്. ചോദ്യം എഴുതിയെടുക്കുക, എന്നിട്ട് ഒറ്റയ്ക്ക് ഉത്തരം എഴുതുക. ദർ ഇസ് എ സാമ്പിൾ ഹിയർ, നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. റൈറ്റ്. നൗ ഒരു ചെയ്ത് നോക്കാനുള്ള 2 ചോദ്യങ്ങളുണ്ട്. ഇമാജിൻ ദാറ്റ് മാർത്ത തിങ്സ് ഓഫ് സ്കോളർഷിപ്പ് ജാക്കറ്റ് വിച്ച് ഷീ ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു വിന്നിങ് ദാറ്റ് ഇയർ. ഡയറി എൻട്രി ആണ്. കത്ത് നമ്മൾ നേരത്തെ എഴുതി, അതൊരു ഡയറി എൻട്രി രൂപത്തിൽ എഴുതുക. കോച്ച് തോംസൺ ടോൾഡ് മാർത്താസ് ഗ്രാൻഡ്മ ദാറ്റ് ഷീ ഹാഡ് എ ഗുഡ് ഫോർവേഡ് ആൻഡ്
that she was a good forward and asked her to let her join the school the team once. What be the conversation between them? അതായത് തോംസണും അതുപോലെ തന്നെ ഗ്രാൻഡ്മയും നമ്മൾ സംഭാഷണം ചെയ്തു. അതൊക്കെ ചെയ്തു നോക്കാനാണ് ചോദ്യം എഴുതിയാൽ മതി. ഓക്കെ, റൈറ്റ്. Now dears, hope you have learned what we have discussed. Thank you for watching. Meet again. Till then, goodbye.